ഹായ് ഹലോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അണ്ടർ സെക്ഷൻ ഓഫ് ഇംഗ്ലീഷ് ടോക്സ്. ഇംഗ്ലീഷ് ടോക്സിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വൈ എന്തുകൊണ്ടാണ് വൈ വെച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അനായാസം സിമ്പിളായിട്ട് വൈ നമുക്ക് പഠിച്ചെടുക്കാം. വൈയുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് രീതിയിലുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് ഞാൻ ഒരു രീതി മാത്രമാണ് എടുക്കുന്നത്. കുറേ സീരീസ് ആയിട്ട് ചെയ്യാം നമുക്ക്. നിങ്ങൾക്ക് ഇത് ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ ഞാൻ ഒരുപാട് വൈയു ബന്ധപ്പെടുന്ന ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അതെല്ലാം ഞാൻ എന്ത് ചെയ്യാം, ഓരോ ദിവസങ്ങളിലായിട്ടൊക്കെ നിങ്ങൾക്ക് ചെയ്തു തരാം നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഓരോന്നോരോന്നായിട്ട് പഠിക്കാം. കൃത്യമായിട്ട് പഠിച്ച, കൃത്യമായിട്ട് മനസ്സിലാക്കിയ, കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്താൽ ഇത് അടിപൊളിയായിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. ഇംഗ്ലീഷ് ഒരു സിമ്പിൾ ലാംഗ്വേജ് ആണ്, ഏറ്റവും എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ലാംഗ്വേജ് ആണ്. പഠിക്കേണ്ട രീതിയിൽ പഠിച്ചാൽ ഓക്കെ. നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊരു കുറച്ച് മലയാള സെന്റൻസുകൾ ഞാൻ വൈ വെച്ചിട്ടുള്ളത് എടുത്തിട്ടുണ്ട്. നിങ്ങൾ നോക്കിയേ. നീ ഇന്ന് എന്തുകൊണ്ട് വൈകി എത്തി? എന്തുകൊണ്ടാണ് നീ ഇന്ന് വൈകി എത്തിയത്? എന്തുകൊണ്ട് നീ ഇന്ന് വൈകി എന്നൊക്കെ ചോദിക്കുന്നു. എന്തുകൊണ്ട് അവർ ഇത്രയും ശബ്ദം ഉണ്ടാക്കുന്നു? എന്തുകൊണ്ടാണ് അവർ ഇത്രയും ശബ്ദം ഉണ്ടാക്കുന്നത്? നിനക്ക് എന്താണ് ദുഃഖം? നിനക്ക് എന്താണ് പ്രശ്നം? നിനക്ക് എന്താണ് ഇത്ര സങ്കടം എന്നൊക്കെ ചോദിക്കത്തില്ലേ? ഓക്കെ, നിനക്ക് ഇന്ന് ഇത്രയും ക്ഷീണം എന്താണ്? നിനക്ക് നീ എന്ത് ചെയ്തിട്ടാ? എന്തുകൊണ്ടാണ് നിനക്ക് ഇത്രയും ക്ഷീണം? ഇല്ലേ, എന്താണ് ഇത്രയും ക്ഷീണം നിനക്കിന്ന്? നിനക്ക് ഈ ജോലിയിലെ താല്പര്യം എന്താണ്? നിനക്ക് ഈ ജോലിയിലെ താല്പര്യം എന്താണ്? എന്തുകൊണ്ട് നമ്മൾ ഇത്രയും നേരത്തെ പോകുന്നു? എന്തുകൊണ്ടാണ് നമ്മൾ ഇത്രയും നേരത്തെ? ഇത് കുറച്ച് ഉദാഹരണമാണ്. ഇനി ഒരുപാട് ഉദാഹരണങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്ക് മുന്നോട്ട് പഠിച്ചു പോകുമ്പോൾ നിങ്ങൾക്ക് കേൾക്കാം, കാണാം, പ്രാക്ടീസ് ചെയ്യാം. നിങ്ങൾ കൂടുതലായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നത്. ഞാൻ കുറച്ച് ഉദാഹരണങ്ങളാണ് എടുക്കാൻ പറ്റുന്ന. ചെറിയ ക്ലാസ് ആണ്, ഒരു 5 മിനിറ്റ് ഒരു 10 മിനിറ്റിനകത്തൊക്കെ തീർക്കേണ്ടതുള്ളതുകൊണ്ട് കുറച്ച് സെന്റൻസുകൾ മാത്രമാണ് എടുക്കാൻ പറ്റുന്നത്. ഒരുപാട് നൂറുകണക്കിന് സെന്റൻസുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. നിങ്ങൾ വിചാരിച്ചാൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പഠിക്കാം കേട്ടോ, ക്രിയേറ്റ് ചെയ്ത് പഠിക്കാം. ഞാൻ കുറേ ഉദാഹരണങ്ങളൊക്കെ നോക്കാം. നീ ഇന്ന് എന്തുകൊണ്ട് വൈകി? നീ ഇന്ന് എന്തുകൊണ്ട് വൈകി എന്ന് ചോദിക്കുമ്പോൾ എങ്ങനെ ചോദിക്കും? വൈ ഇല്ലേ, വൈ ആർ യു ലേറ്റ് ടുഡേ? വൈ ആർ യു ലേറ്റ് ടുഡേ? നീ എന്തുകൊണ്ട് ഇന്ന് വൈകി? എന്താണ് ഇന്ന് വൈകിയാൻ കാരണം? വൈ ആർ യു ലേറ്റ് ടുഡേ? എന്തുകൊണ്ട് അവർ ഇത്രയും ശബ്ദം ഉണ്ടാക്കുന്നു? എന്തുകൊണ്ട് അവരാണ്? അപ്പോൾ വൈ ആർ ദേ ഇല്ലേ, വൈ ആർ ദേ മേക്കിംഗ് സോ മച്ച് നോയ്സ്? മേക്കിംഗ് സോ മച്ച് നോയ്സ്, ഇത്രയും സൗണ്ട് അവർ എന്തുകൊണ്ടാണ് ഇത്രയും സൗണ്ട് ഉണ്ടാക്കുന്നത്? മനസ്സിലായോ? വൈ ആർ ദേ മേക്കിംഗ് സോ മച്ച് നോയ്സ്? നിനക്ക് എന്താണ് ഇത്ര ദുഃഖം? നിനക്ക് എന്താണ് ഇത്ര സങ്കടം? എന്താണ് നിന്റെ പ്രശ്നം എന്നൊക്കെ നമ്മൾ ചോദിക്കത്തില്ലേ? അങ്ങനെ വൈ ആർ യു സാഡ്? എന്താണ് നിന്റെ ദുഃഖം? എന്താണ് നിന്റെ സങ്കടം? എന്താ നീ പറയാമോ? വൈ ആർ യു സാഡ്? ക്ലിയർ അല്ലേ? അപ്പൊ ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഒരുപാട് കാര്യങ്ങൾ പോകുന്നുണ്ട്. നമ്മുടെ പെയ്ഡ് ക്ലാസ്സുകൾ പോകുന്നുണ്ട്. ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഉണ്ട്. കൂടാതെ ഒരു ഗൂഗിൾ ഫോമും കൊടുത്തിട്ടുണ്ട്. അത് ഫില്ല് ചെയ്താൽ നമ്മുടെ ടീം വിളിക്കും. നിങ്ങൾക്ക് സംശയങ്ങളെല്ലാം പറഞ്ഞുതരും. ഏത് രീതിയിലാണ് ക്ലാസ് എന്നെല്ലാം പറഞ്ഞുതരും. ഈ ഒരു വീക്കിലെ ബാച്ച് റണ്ണിങ് ആണ്. അടുത്ത ബാച്ചിന്റെ അഡ്മിഷൻ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. അനായാസം പഠിക്കേണ്ട രീതിയിൽ ഇംഗ്ലീഷിനെ മലയാളത്തിലൂടെ നമുക്ക് വശത്താക്കാം, പഠിക്കാൻ പറ്റും. ബേസിക് മുതൽ പഠിച്ചെടുക്കാൻ പറ്റും. ഇൻട്രസ്റ്റ് ഉള്ളവർ കോൺടാക്ട് ചെയ്യുക കേട്ടോ. നിനക്ക് ഇന്ന് ഇത്രയും ക്ഷീണം എന്താണ്? നിനക്കിന്ന് ഓക്കെ. അപ്പോൾ ഇന്ന് ടുഡേ നിനക്ക് ഇത്രയും ക്ഷീണം എങ്ങനെ വയ്ക്കും? അങ്ങനെ വൈ ആർ യു സോ ടയർഡ് ടുഡേ? വൈ ആർ യു സോ ടയർഡ് ടുഡേ? അടുത്തത് എന്താണ്? നിനക്ക് ഈ ജോലിയിലെ താല്പര്യം എന്താണ്? നിനക്ക് ഈ ജോലിയിലെ താല്പര്യം, ഇൻട്രസ്റ്റ് എന്താണ്? ഇത്രയും ഇൻട്രസ്റ്റഡ് എന്താണ് ഈ ജോലിയിൽ? എങ്ങനെ ചോദിക്കും? വൈ ആർ യു ഇൻട്രസ്റ്റഡ് ഇൻ ദിസ് ജോബ്? എന്താണ് കാരണം? എന്താ പറ അല്ലേ? എന്താണ് നിനക്ക് ഈ ജോലിയിൽ ഇത്രയും ഇൻട്രസ്റ്റ് വരാനുള്ള കാരണം എന്താ? അടുത്തതോ, എന്തുകൊണ്ട് നമ്മൾ ഇത്രയും നേരത്തെ പോകുന്നു? എന്തുകൊണ്ടാണ് നമ്മൾ ഇത്രയും നേരത്തെ അവിടെ പോകേണ്ട കാരണം എന്താ? ഇത്രയും നേരത്തെ പോകുന്നത് എന്താ? നമ്മൾ ഇത്രയും എങ്ങനെ ചോദിക്കുന്നത്? വൈ ആർ വി, നമ്മളാണ്. അപ്പൊ അതുകൊണ്ടാണ് വി തന്നത്. വൈ ആർ വി ലിവിങ് സോ ഇയർലി? ഇത്രയും നേരത്തെ നമ്മൾ പോകേണ്ട കാരണം എന്താ? ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. അടുത്ത നോക്കിയേ. നീ ഉച്ചഭക്ഷണം കഴിക്കാത്തത് എന്തുകൊണ്ടാണ്? നമ്മൾ ചില പഠിക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ ചില സമയത്ത് ജോലിക്കൊക്കെ പോകുമ്പോൾ നമ്മൾ ഉച്ചഭക്ഷണം കഴിക്കത്തില്ല അല്ലെ? നമ്മൾ ചോദിക്കുക, നീ എന്തുകൊണ്ടാണ് നീ ഉച്ചഭക്ഷണം കഴിക്കാത്തത്? നമ്മൾ പറയാം ജോലി തിരക്ക് കാരണമാണ് എന്നൊക്കെ പറയാൻ പറ്റും. അങ്ങനെ പറയും, വൈ ആർ യു നോട്ട് ഈറ്റിംഗ് യുവർ ലഞ്ച്? വൈ ആർ യു നോട്ട് ഈറ്റിംഗ് യുവർ ലഞ്ച്? എന്താണ് നിന്റെ ഉച്ചഭക്ഷണം കഴിക്കാത്തതിന്റെ കാരണം എന്താണ്? അടുത്ത നോക്കിയേ. നിനക്ക് എന്തുകൊണ്ട് ഇത്രയും ആവേശം? നിനക്ക് എന്താണ് ഇത്രയും ആവേശം വരാനുള്ള കാരണം എന്താ? എന്താണ് കാരണം? വൈ ആർ യു സോ എക്സൈറ്റഡ്? ഇത്രയും എക്സൈറ്റഡ് ആവാനുള്ള, എനിക്ക് ഈ ഇംഗ്ലീഷ് പഠിപ്പിക്കാനുള്ള ഇത്രയും എക്സൈറ്റഡ്, നിനക്ക് എന്താ ഇത്രയും എക്സൈറ്റഡ്? വൈ ആർ യു സോ എക്സൈറ്റഡ്? നിങ്ങൾക്ക് ഇത്രയും പഠിച്ചെടുക്കാനുള്ള എക്സൈറ്റഡ്. ക്ലിയർ ആണോ?
അടുത്തെന്താ, അവർ ഇത്ര കഠിനമായി അഭ്യസിക്കുന്നത് എന്തുകൊണ്ട്? എന്തിനാണ് ഇത്രയും കഠിനമായി പ്രാക്ടീസ് ചെയ്യുന്നത്? അവന് ജോലി കിട്ടാൻ വേണ്ടി എന്തുകൊണ്ടാണ് അവൻ ഇത്രയും കഠിനമായിട്ട് അഭ്യസിക്കുന്നത്? അവർ ഇത്രയും കഠിനമായി അഭ്യസിക്കുന്ന എന്തിനാണ്? എങ്ങനെ അറിയും? വൈ ആർ ദേ, അവരായതുകൊണ്ടാണ്. വൈ ആർ ദേ പ്രാക്ടീസിങ് സോ ഹാർഡ്, ഇത്രയും കഠിനമായി അഭ്യസിക്കുന്നത്, പ്രാക്ടീസ് ചെയ്യുന്നത് ഇല്ലേ? വൈ ആർ ദേ പ്രാക്ടീസിങ് സോ ഹാർഡ്, എന്തുകൊണ്ടാണ്? ക്ലിയർ ആവുന്നുണ്ടേ? ഓക്കെ, നീ എന്നെ അവഗണിക്കുന്നത് എന്തുകൊണ്ടാണ്? നീ എന്നെ എന്തിനാ ഇങ്ങനെ അവഗണിക്കുന്നത്? ഇല്ല, എപ്പോഴും ഇത് കേൾക്കുന്ന ഒരു നിങ്ങളൊക്കെ എന്നെ അവഗണിക്കരുത്, ഇങ്ങനെ അവഗണിക്കുക, എന്താണ് നിന്റെ പ്രശ്നം? എന്താ? നീ എന്തിനാ എന്നെ ഇങ്ങനെ അവഗണിക്കുന്നത്? നമ്മൾ ചോദിക്കുന്ന സെന്റൻസ് ആണ്. എങ്ങനെയൊക്കെ? വൈ ആർ യു ഇഗ്നോറിങ് മീ, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ അവഗണിക്കുന്നത്? വൈ ആർ യു ഇഗ്നോറിങ് മീ ചോദിക്കാം. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചോദിച്ചു, ഒരു പ്രശ്നമില്ല. അടുത്ത എന്താണ്? നീ ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? എങ്ങനെയൊക്കെ? വൈ ആർ യു സ്മൈലിംഗ്? ഓക്കെ, ക്ലിയർ അല്ലേ? ഇങ്ങനെ ഒരുപാട് സെന്റൻസുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. എന്നാണ് ഒരു ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് വേണ്ടി തരാം. നിങ്ങളൊന്ന് കമന്റ് ബോക്സിൽ അതിന്റെ ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്യാം. എന്തുകൊണ്ടാണ് നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കുന്നത്? എന്തുകൊണ്ടാണ് നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കുന്നത്? അതിന്റെ ആൻസർ അല്ല വേണ്ട, ഒരു ചോദ്യമാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ആ ചോദ്യം മലയാളത്തിലാണ് ഞാൻ ചോദിക്കുന്നത്. അതിന്റെ ഇംഗ്ലീഷ് രൂപം എങ്ങനെയാണെന്ന് വെച്ചാൽ കമന്റ് ബോക്സിൽ നിങ്ങൾ ടൈപ്പ് ചെയ്തിടാം. എന്തുകൊണ്ടാണ് നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കുന്നത്? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നീ ഇംഗ്ലീഷ് പഠിക്കുന്നത്? ഓക്കെ, ഒന്ന് കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തിടുക കേട്ടോ. അപ്പോൾ കോഴ്സിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ഉള്ളവർ വരിക, നല്ല രീതിയിൽ തന്നെ പഠിക്കുക. ഇതിനകത്ത് ഓരോ സെന്റൻസും എടുത്ത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലായിട്ട് ബന്ധപ്പെടുന്ന സമയങ്ങളിൽ ഇത് ഉപയോഗിക്കുക. നോട്ട് എഴുതി വെക്കുക, എഴുതി എടുക്കുക, എന്നിട്ട് അത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നെക്സ്റ്റ് ഒരു ക്ലാസ്സുമായിട്ട് കാണാമെന്ന വിശ്വാസത്തോടെ ബൈ.